ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ നടന്ന മൂന്നാമത്തെ T20യിൽ ഇന്ത്യക്ക് 8 വിക്കറ്റിൻ്റെ ഉജ്ജ്വല വിജയം. ന്യൂസിലാൻഡ് ഉയർത്തിയ വിജയലക്ഷ്യം ഇന്ത്യ 10 ഓവറിൽ മറികടന്നു. എന്നാൽ ക്രിക്കറ്റ് ആരാധകരെയെല്ലാം നിരാശരാക്കിക്കൊണ്ട് ഇന്നും സഞ്ജു സാംസന് തിളങ്ങാനായില്ല. ഫേസ് ചെയ്ത ആദ്യ ബോളിൽ തന്നെ സഞ്ജു സാംസൺ കുറ്റിതെറിക്കുകയായിരുന്നു. ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ആദ്യ പന്തിൽ തന്നെ ഹെൻറി സഞ്ജു സാംസനെ ബൗൾഡാക്കി മടക്കുകയായിരുന്നു. സഞ്ജു ഔട്ടായതിനു പിന്നാലെ എത്തിയ ഇഷാൻ കിഷൻ അതിവേഗം ഇന്ത്യൻ സ്കോർ ചലിപ്പിച്ചു. ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയും നേരിട്ട ആദ്യ പന്തുകളിൽ തന്നെ സിക്സർ പറത്തിയാണ് ന്യൂസിലാൻഡ് ബൗളർമാരെ നേരിട്ടത്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മികച്ച പിന്തുണ നൽകി. T20 ലോകകപ്പ് ടീമിൽ ഇടം പിടിച്ചതിന് ശേഷം ന്യൂസിലാൻഡിനെതിരെ നടന്ന തുടർച്ചയായ 3 T20യിലും സഞ്ജു സാംസൺ പൂർണ്ണ പരാജയമായിരുന്നു. എന്നാൽ T20യിൽ ഇന്ത്യ സഞ്ജുവിനെ പുറത്തിരുത്തി ശ്രേയസ് അയ്യർക്ക് അവസരം നൽകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5ാമത് തിരുവനന്തപുരത്ത് നടക്കുന്ന മത്സരത്തിലും സഞ്ജു ബെഞ്ചിലാകാനാണ് നിലവിലത്തെ സാഹചര്യം. കിഷനും അഭിഷേക് ശർമ്മയുമായിരിക്കും ഇന്ത്യൻ ഓപ്പണർമാർ.